നമസ്കാരം. തൃശൂർ പൂരം ഇപ്പോൾ ഒരു വിവാദ വിഷയമായി നിൽക്കുകയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഒരു വിഷയത്തിലും വലിയ ഉപകാരമൊന്നുമില്ലെന്ന് മനസ്സിലായിരിക്കുകയാണ്. ഇനി തൃശൂർ പൂരത്തിലെ പുതിയ വിവാദത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തും. ഇതിനനുസരിച്ചുള്ള പ്രഖ്യാപനമാകും മോദി നടത്തുക. തൃശൂർ പൂരം എക്സിബിഷൻ തറവാടക കുറയ്ക്കുക എന്നതല്ല, തറവാടക ഈടാക്കാനേ പാടില്ല എന്നാണ് നടൻ സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഭക്തരിൽ നിന്നും ഒരു തരത്തിലുള്ള വാടകയും ഈടാക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. തൃശൂർ പൂരം നടത്തിപ്പിന് ആവശ്യമായ ചെലവ് കണ്ടെത്താൻ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ സംഘടിപ്പിക്കുന്ന പൂരം എക്സിബിഷനുള്ള പന്തൽ കെട്ടാനുള്ള തറവാടകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇക്കുറി 6 ഇരട്ടി വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ വർഷം 39,000 രൂപ മാത്രമായിരുന്ന തറവാടകയാണ് ഇക്കുറി 2.25 കോടി രൂപയായി ഉയർത്തിയത്. ഈ വിഷയം ചർച്ചയാക്കാനാണ് BJP നീക്കം. ക്ഷേത്ര സ്വത്തുകൾ സംരക്ഷിക്കുന്നതിൽ ആയിരിക്കണം ദേവസ്വത്തിന്റെ ശ്രദ്ധ, അല്ലാതെ ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കുന്നത് ആകരുത് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പാണ്. സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് പുതിയ മാനം നൽകാനാണ് പ്രധാനമന്ത്രി ജനുവരിയിൽ ആദ്യവാരം തൃശൂരിൽ എത്തുന്നത്. ഇതിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശന് വേണ്ടി വന്നാൽ പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ ഇല്ലെങ്കിലും തൃശൂർ പൂരം നടത്തുമെന്നും വെല്ലുവിളിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ പൂരത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുടയ്ക്കും മേളത്തിനും വെടിവെപ്പിനും ഉൾപ്പെടെ എല്ലാത്തിനും സ്പോൺസർഷിപ്പ് ഉള്ളപ്പോൾ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾക്ക് തൃശൂർ പൂരം നടത്തിപ്പിന് ചിലവേയില്ല. കഴിഞ്ഞ വർഷം എക്സിബിഷനിൽ നിന്നും 2 കോടി രൂപ അധിക വരുമാനം ലഭിച്ചു. ഈ തുക എവിടെ പോയെന്നും സുദർശൻ ചോദിച്ചിരുന്നു. ഇതെല്ലാം സ്ഥിതി മോശമാക്കിയിട്ടുണ്ട്. പൂരം പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിനുമായിട്ടില്ല. മന്ത്രിമാരായ K രാധാകൃഷ്ണന്റെയും K രാജന്റെയും നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളെയും പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെയും ഒന്നിച്ചിരുത്തി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിയുകയാണുണ്ടായത്. പ്രദർശന നഗരിയും തറവാടക കുറയ്ക്കുന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം മന്ത്രിമാർ പറഞ്ഞില്ല. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ചർച്ചയാക്കി മാറ്റാൻ BJP ഒരുങ്ങിയത്. തൃശൂരിലെ മോദിയുടെ പ്രസംഗം നിർണായകമാകും. കോടതിയുടെ അനുമതി കൂടാതെ തീരുമാനമെടുക്കില്ലെന്ന് മന്ത്രിമാർ യോഗത്തിനു ശേഷം പറഞ്ഞത്. പൂരം തടസ്സപ്പെടുത്തുന്നതൊന്നും സർക്കാർ ചെയ്യില്ലെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം 39 ലക്ഷം രൂപ ഈടാക്കിയ തറവാടക ഇക്കൊല്ലം 2.20 കോടി രൂപ കൂടിയാക്കിയ തീരുമാനം കോടതിയുടേതാണ്. എന്നാൽ ഉറച്ചു നിൽക്കുകയാണെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത 4-ാം തീയതി കോടതി കേസ് കേൾക്കാനിരിക്കെ ഈ യോഗത്തിൽ മറ്റൊരു തീരുമാനം എടുക്കാനാവില്ലെന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. വാടക കുറയ്ക്കാനാകില്ലെന്നും അവർ നിലപാടെടുത്തിരുന്നു. വർദ്ധിച്ച തുകയാണ് തീരുമാനിക്കുന്നതെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും തിരുവമ്പാടി ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു. CPM പ്രതിനിധിയായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ തൃശൂർ പൂരം തകർക്കാൻ നോക്കുകയാണെന്ന രീതിയിൽ ആരോപണം ഉയരുകയും പ്രതിപക്ഷ കക്ഷികളൊന്നടങ്കം സമരമുഖത്തേക്ക് ഇറങ്ങുകയും ചെയ്തതോടെയാണ് സർക്കാർ യോഗം വിളിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.